അച്ഛാ അച്ഛൻ എന്താ അച്ഛാ പോലീസിൽ ചേർന്നത്? എന്താ മോക്ക് ഇപ്പൊ അങ്ങനെ തോന്നാൻ കാര്യം? അല്ല, എന്റെ സ്കൂളിലെ വേറെ ഒരു കുട്ടിയുടെ അച്ഛൻ പോലീസിലില്ല. അത് മോക്ക് അഭിമാനിക്കാവുന്ന കാര്യമല്ലേ. മാത്രമല്ല ഈ പോലീസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഗമ. നാട്ടിലുള്ള മുഴുവൻ ആളുകൾ ബഹുമാനിക്കുന്ന ഒരേ ഒരാളായിരിക്കും ആ സ്റ്റേഷനിലെ SI. അത് മാത്രമല്ല എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓടി വരുന്നത് എവിടെയാ? പോലീസ് സ്റ്റേഷനിലേക്കാ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയല്ലേ. അതൊക്കെ പണ്ട്. ഇപ്പൊ പോലീസുകാരെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് പുല്ല് വില. ഒന്ന് നീ പറഞ്ഞാ പോരല്ലോ, ഒരു പഞ്ചായത്ത് മെമ്പറെക്കാളും വില ഈ നാട്ടിലെ SIക്ക് തന്നെ. വെറുതെ ഇങ്ങനെ പറഞ്ഞു നടക്കാം. സത്യമായിട്ട് നാട്ടുകാരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ രാഷ്ട്രീയക്കാർ തന്നെ വേണം. അതുകൊണ്ട് തന്നെ SIയെക്കാളും വലുത് പഞ്ചായത്ത് മെമ്പർ തന്നെ. അതെ, പഞ്ചായത്ത് മെമ്പറെക്കാളും വലുത് SI തന്നെയാണ്. നീ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലെ 15 മെമ്പർമാരിൽ വെറും ഒരു മെമ്പറാണ് നീ. പക്ഷേ ഞാൻ ഈ പ്രദേശത്തെ സ്റ്റേഷനിലെ ഒരേ ഒരു SI. അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഉണ്ട്. അതുകൊണ്ട് വലിയ വിശേഷമൊന്നും ഇല്ലല്ലോ. സത്യമായിട്ടും കരുതുന്ന പോലെ നാട്ടുകാർക്ക് സത്യമായിട്ട് ഒരു വിലയില്ല. അതൊക്കെ ആ ഡോക്ടർ പുള്ളിക്കാരൻ നാട്ടുകാർക്കൊക്കെ എന്നാ ബഹുമാനമാ. ഇവിടുത്തെ പട്ടിക്കും പൂച്ചയ്ക്കും കാളയ്ക്കും പോത്തിനും പശുവിനും ഒക്കെ അല്ലേ എടി ഒരു മൃഗ ഡോക്ടറെ നാട്ടുകാർ ബഹുമാനിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? ഇന്നലെ പഞ്ചായത്ത് കമ്മിറ്റിയിലും മൃഗാശുപത്രിയുടെ കാര്യം ചർച്ചയിൽ വന്നപ്പോ ആ ഡോക്ടറെ പറ്റി എല്ലാവർക്കും എന്താ അഭിപ്രായം? അങ്ങനെ എല്ലാവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണമെങ്കിലേ അതിനുള്ള കഴിവും വേണം. എന്നെ പറ്റി ഇവിടെ നാട്ടുകാർ നല്ലത് തന്നെ പറയണേ. ഈ സത്യപാലൻ SI ഇവിടെ ചാർജ് എടുത്ത പിന്നെ ഇവിടെ ഒരു പ്രശ്നമില്ല, നല്ല സമാധാനം ഉണ്ടെന്ന്. ആര്? സത്യമായിട്ട് കൊള്ളാവുന്ന ഒരു കേസ് തെളിയിച്ചിട്ടുണ്ടോ? വേണ്ട, ഒരു കൊലപാതക കേസ് അന്വേഷിച്ചിട്ടുണ്ടോ? കൊലപാതകം നടക്കാതെ എങ്ങനെയാണ് കൊലക്കേസ് അന്വേഷിക്കുന്നത്? സത്യപാലൻ SI അടുത്ത് ഒരു കൊലപാതകവും നടക്കൂല. എന്താ ഇവിടെ മാത്രം ഒന്നും നടക്കാത്തത്? മോളെ, ഇവിടത്തെ SI ആരാ? സത്യപാലനാ. ആ പേടിയുള്ള നാട്ടുകാർക്കെല്ലാം ഉണ്ട്. അങ്ങനെ സത്യപാലൻ SI ഉള്ളടുത്ത് കൊലപാതകവും നല്ല ഒരു മോഷണം പോലും നടക്കൂല. ഇവിടെ നല്ല സമാധാനമാണ്. ഇങ്ങനെ വർത്തമാനം പറയാൻ മാത്രം കൊള്ളാം. സത്യമായിട്ട് ഒരു കേസ് തെളിയിച്ച് അതിന്റെ പേരിൽ ഞെളിഞ്ഞടക്കാന്ന് സ്വപ്നം കണ്ടിട്ട് കൊല്ലം 10 ആ സ്വപ്നമായിട്ട് അങ്ങ് തീരും. ഒരു പോലീസുകാരൻ വന്നിരിക്കുന്നു. അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് അച്ഛാ. അച്ഛ ഏതെങ്കിലും വലിയൊരു കേസ് തെളിയിച്ചിരുന്നെങ്കിൽ എനിക്ക് സ്കൂളിൽ നിന്ന് ഷൈൻ ചെയ്യായിരുന്നു. മോളെ, മിക്കവാറും അച്ഛൻ ഉടനെ ഒരു കൊലക്കേസ് തെളിയിക്കും. ഏത് കേസ് അച്ഛാ? നിന്റെ അമ്മയില്ലേ, അമ്മയെ ഞാൻ കൊല്ലും. കൊന്നിട്ട് നേരെ സ്റ്റേഷനിൽ പോയി കീഴടക്കും. അപ്പൊ കൊലക്കേസുമായി, തെളിവുമായി, പ്രതി അകത്തുമായി. നോക്കിക്കോ. ആർച്ചേ, നീ കീരി പ്രഭാകരൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതാരാ? ഈ നാടിനെ കിടുകിട വിറപ്പിച്ച ഗുണ്ട. അവൻ എന്നും രാവിലെ പുറത്തിറങ്ങുമ്പോ അവന്റെ കയ്യിൽ ഇതുപോലൊരു കത്തി ഉണ്ടാവും. അത് കാണിച്ച് വഴി പോകുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തും, ചീത്ത വിളിക്കും, കാശ് ചോദിക്കും. കാശ് ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ കുത്തിന് പിടിച്ചിട്ട് അവൻ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ തല്ലും. അങ്ങനെ ഒരു 5-6 വർഷം അവൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഈ പ്രദേശത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് SI സത്യപാലൻ അവിടെ ചാർജ് എടുത്ത ദിവസം തന്നെ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജയകുമാരി ടീച്ചർ ഓടി സ്റ്റേഷനിൽ വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് കേടപേക്ഷിച്ചു. SI സാറ് എങ്ങനെയെങ്കിലും ആ കീരി പ്രഭാകരൻ്റെ ശല്യം ഒന്നും ഇല്ലാതാക്കി തരണം. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. അന്നത്തെ CPO ബാലേന്ദ്രൻ, ഞാനും ബാലേന്ദ്രനും കൂടെ ജീപ്പ് എടുത്ത് നേരെ പോയി കീരി പ്രഭാകരൻ നിൽക്കുന്ന കവലയിലേക്ക്. അവിടെ ചെന്നപ്പോണ്ടല്ലോ അവൻ കത്തിയായിട്ട് ഇങ്ങനെ നിൽക്കിയ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് അവനോട് പറഞ്ഞു, പ്രഭാകര കത്തി താഴെ ഇടാ. എന്നിട്ട് വന്ന് ജീപ്പിൽ കയറുന്നു. മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് തിരിച്ച് കത്തി കാണിച്ച് എന്നോടൊരു വെല്ലുവിളി. ചുണയുള്ള പോലീസുകാരനാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ. എൻ്റെ ആർച്ചേ, പിന്നെ അവിടെ നടന്നതൊക്കെ ഉണ്ടല്ലോ ഒരിഞ്ഞ പോരാട്ടമായിരുന്നു. അവസാനം അവനെ ഞാൻ പൊക്കിയെടുത്ത് ജീപ്പിലോട്ട് ഒരൊറ്റ എറിഞ്ഞിട്ട് നേരെ ജീപ്പ് എടുത്ത് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിറങ്ങി അവിടുത്തെ ഡോക്ടർ ഈ പ്രഭാകരനെ കണ്ട ഉടനെ എന്നോട് ചോദിക്കണം, അല്ല സാറേ, സാറിത് എന്ത് അതിക്രമമാണ് കാണിച്ചത്? അവൻ്റെ 2 കൈ ഉണ്ടല്ലോ കുടിച്ചു പോയി. അമ്മാതിരി പോരാട്ടമായിരുന്നു. അങ്ങനത്തെ കീരി പ്രഭാകരൻ എന്ന് പറയുന്ന വലിയ ഗുണ്ടയെ ഒതുക്കിയ SI സത്യപാലനെ നിനക്ക് പുച്ഛിച്ചോ? സത്യട്ടാ, ഇതൊന്നും എന്താ നേരത്തെ പറയാതിരുന്നേ? ഹർഷേ,
എനിക്കിങ്ങനെ നിന്നെ പോലെ ഇങ്ങനെ സ്വയം പോഴ്ത്തി നടക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. മാത്രമല്ല ഞാനൊരു പോലീസുകാരൻ, എൻ്റെ ഡ്യൂട്ടി ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ പ്രവൃത്തിയിലാണ് കാര്യം, അല്ലാതെ വെറുതെ ഇങ്ങനെ വളവള വർത്താനം പറയുന്നതിൽ ഒരു കാര്യമില്ല. അല്ല, എനിക്കിതൊന്നും അങ്ങ് വിശ്വാസം വരുന്നില്ല സത്യേട്ടാ. നിനക്ക് വിശ്വാസം വരില്ല. നീ പഞ്ചായത്ത് കമ്മിറ്റിയുള്ള 15 കോന്തന്മാരല്ലേ കണ്ടിട്ടുള്ളൂ, അല്ല കഴിവും ചുണയുള്ള ആണുങ്ങളെ കണ്ടിട്ടില്ലല്ലോ. കേസുകൾ വേറെ ഉണ്ട്. PWD കോൺട്രാക്ടർ ബാഹുലേന്റെ വീട്ടിൽ നടന്ന മോഷണം, 5 ലക്ഷം രൂപയും 60 പവനുമാണ് മോഷണം പോയത്. DSP മുതൽ ഇങ്ങനെ താഴോട്ടുള്ള എല്ലാ എംഎംമാരും വന്ന് അന്വേഷിച്ചു. എന്നിട്ട് ഒരു കടുമണി തെളിവ് പോലും കിട്ടിയില്ല. അവസാനം പോലീസ് എന്ത് ചെയ്തു, ഈ കേസ് ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള വേറെടുപ്പ്. പക്ഷേ SI സത്യവാലം വിട്ടില്ല. ഞാൻ ആ കേസ് ഏറ്റെടുത്തു. എൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ അന്വേഷണം തുടങ്ങി. രാവും പകലും ഊണിലും ഉറക്കത്തിലുമൊക്കെ എൻ്റെ ചിന്തയിൽ ഈ കേസ് മാത്രമായിരുന്നു. 13-ാം ദിവസം ഞാൻ പ്രതിയെ പൊക്കി, തൊണ്ടി മുതലോടുകൂടി. സത്യം? പിന്നല്ലാതെ. ഈ ബാഹുലയം കോൺട്രാക്ടറുടെ സൈറ്റിൽ പണി ചെയ്യുന്ന ഏലിയാസ്, അവരെയും പൊക്കി, തൊണ്ടി മുതലും പൊക്കി. ഇത് അറിഞ്ഞതും ബാഹുലയം കോൺട്രാക്ടർ നേരെ സ്റ്റേഷനിൽ വന്നിട്ട് എന്നോട് പറയാ, സാറേ സാറ് ചെയ്തു തന്ന ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല എന്ന്. സംശയം ഉണ്ടെങ്കിൽ നിനക്ക് ബാഹുലയം കോൺട്രാക്ടറെ വിളിച്ച് ചോദിക്കാം. അതെ, നിനക്കെന്നെ ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. നീ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ പുള്ളിയല്ല ഈ SI സത്യവാലൻ കേട്ടോ. കേരള പോലീസിൽ ഇതുപോലെ കഴിവും ചുറുചുറുക്കും ചുണയുമുള്ള വേറെ SI മാരില്ലെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്.